വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണന്റെ ശരീരത്തിൽ 40-ലധികം മുറിവുകൾ. ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്ത്. രാംനാരായണന്റെ തലയിലും ശരീരത്തിലുമേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ട്. രാംനാരായണന്റെ തല മുതൽ കാലുവരെ 40-ലധികം മുറിവുകളാണ് കണ്ടെത്തിയത്. പുറംഭാഗം മുഴുവൻ വടികൊണ്ട് അടിച്ചു പൊളിച്ചു. ചവിട്ടിയതിന്റെയും നിലത്തിട്ട് വലിച്ചതിന്റെയും അടയാളങ്ങളും ശരീരത്തിലുണ്ട്. തലയിൽ രക്തസ്രാവമുണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിന് മുൻപെടുത്ത എക്സ്റേ ഫലത്തിലുള്ളത്. മണിക്കൂറുകൾ നീണ്ട കൊടും ക്രൂരതയ്ക്കൊടുവിലാണ് അതിഥി തൊഴിലാളിയുടെ ദാരുണമരണം. മോഷ്ടാവെന്ന് സംശയിച്ചാണ് ആൾക്കൂട്ടം ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണനെ മർദ്ദിച്ചത്. സംഭവത്തിൽ ഇതുവരെ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും വാളയാർ പോലീസ് അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് 3 മണിക്കാണ് ദാരുണ സംഭവം നടക്കുന്നത്. കഞ്ചിക്കോട് കിൻഫ്രയിൽ ജോലി തേടിയാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണൻ ഒരാഴ്ച മുമ്പ് പാലക്കാട് എത്തുന്നത്. പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ വഴിതെറ്റിയാണ് വാളയാറിലെ അട്ടപ്പള്ളത്തെത്തിയത്. 3 വർഷം മുൻപ് ഭാര്യ ഉപേക്ഷിച്ചു പോയതോടെ ചില മാനസിക പ്രശ്നങ്ങൾ രാംനാരായണനുണ്ടായിരുന്നു. അട്ടപ്പള്ളത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രാംനാരായണനെ ആദ്യം കാണുന്നത്. തുടർന്ന് സമീപത്തെ യുവാക്കളെ വിവരമറിയിച്ചു. പിന്നീട് പ്രദേശവാസികൾ സംഘം ചേർന്ന് രാംനാരായണനെ തടഞ്ഞുവെച്ചു. കള്ളനെന്നാരോപിച്ച് മർദ്ദിക്കുകയായിരുന്നു. അവശനിലയിലായ രാംനാരായണനെ പോലീസെത്തി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരിച്ചു. കണ്ടപ്പോൾ കള്ളനെന്ന് തോന്നിയെന്നാണ് നാട്ടുകാരുടെ മറുപടി. മരിച്ചയാളുടെ പോക്കറ്റിൽ നിന്നും ലഭിച്ച ഫോൺ നമ്പറിൽ നിന്നും ബന്ധുക്കളെ വിവരമറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.